ഏലം കൃഷി ചെയ്യുന്ന എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഇടുക്കി ജില്ലയിലെ രാജാക്കാടാണ്. രാജാക്കാട് ടൗണിന് സമീപം ഏലം കൃഷി ചെയ്യുന്ന സ്റ്റീഫൻ ചേട്ടൻ്റെ തവാരണത്തോട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം കഴിഞ്ഞ വർഷവും നമുക്ക് ഇവിടുന്ന് കുറച്ച് ഒരു 4000-ഓളം തൈകൾ ഏലത്തട്ടുകൾ ബൊമ്മി എന്ന് പറയുന്ന ഏലത്തട്ടുകൾ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ തവണ അതിൽ കൂടുതൽ നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബൊമ്മിയെക്കുറിച്ച് നമുക്കറിയാം, ഇതൊരു നാടൻ വെറൈറ്റിയാണ്. തമിഴ്നാട് മേഘമലയിൽ നിന്ന് നമ്മുടെ KVK സുധാകർ സാറാണ് നമുക്ക് കേരളത്തിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ അദ്ദേഹത്തിലൂടെ ഇന്ന് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു ഇനം എത്തിയിട്ടുണ്ട്. ഈ ഇനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൂട് കൂടിയ കാലാവസ്ഥയിൽ ഇത് നമുക്ക് പിടിച്ചു നിൽക്കും. നമുക്ക് നമ്മുടെ തോട്ടത്തിലെ മറ്റ് ഇനങ്ങളെല്ലാം നശിച്ചു പോയാൽ പോലും ഈ ഒരു ഇനത്തിന് അതിന് അതിജീവനം ഉണ്ട്, അതിന് ശേഷിയുണ്ട്. അതുപോലെ തന്നെ കാറ്റ് കൂടുതലായിട്ട് വീശുന്ന സ്ഥലത്തും ഉണ്ട്. ഈ കായയുടെ പ്രത്യേകത നല്ല ഗ്രീനിഷാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിപ്പോൾ 8ാം മാസത്തെ തൈയാണ്. അപ്പം 8 മാസമായി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് 8ാം മാസത്തെ തൈയാണ് ഏറ്റവും നല്ല തൈ. 8ാം മാസം മുതൽ ഒരു 12 മാസം വരെയുള്ള തൈകൾ വളരെ നല്ലതാണ് നമുക്ക് വെക്കാനായിട്ട്, പെട്ടെന്ന് നമുക്ക് വേര് പിടിച്ച് കിട്ടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല പച്ചപ്പാണ്. സ്റ്റീഫൻ ചേട്ടൻ ഇവിടെ ഗ്രീൻ നെറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം നല്ല ഇലകളൊക്കെ നട്ടുച്ച സമയത്തായി പോലും ഇലകൾക്കൊക്കെ ഗ്രീനിഷൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. നല്ല അത്യാവശ്യം ചുവട്ടിലെല്ലാം തന്നെ നല്ല ആവശ്യത്തിന് ചിമ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് കൊടുക്കാറായി എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇങ്ങനെ വള്ളി വീശി തുടങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ വള്ളി വീശി തുടങ്ങുമ്പോഴാണ് ഇന്ന് നമുക്ക് തൈകൾ നമുക്ക് കൊടുക്കാറായി എന്ന് നമുക്ക് കാണുന്നത്. അപ്പോൾ നല്ല ഒറിജിനൽ വെറൈറ്റി തന്നെയാണ്. നമ്മുടെ വെൺമണിയിലെ തോട്ടത്തിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ സ്റ്റീഫൻ ചേട്ടൻ ഇത് കൊണ്ടുവന്നാണ്. അദ്ദേഹം അത് ഡെവലപ്പ് ചെയ്ത് ഇന്നിപ്പോൾ സ്റ്റീഫൻ ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അദ്ദേഹം ഇവിടെ തോട്ടത്തിലുണ്ട്, നന്നായിട്ടിത് പരിപാലിച്ച് നമുക്ക് ഈ ആഴ്ച മുതൽ തന്നെ ഇവിടെ നിന്ന് നമുക്ക് തട്ടകൾ ലഭ്യമാണ്. അപ്പോൾ വിശദ വിവരങ്ങളൊക്കെ സ്റ്റീഫൻ ചേട്ടൻ നമ്മളോട് സംസാരിക്കുന്നതാണ്. അത്ര തൈകൾ കൊടുക്കാനുണ്ടാവും ഈ സീസണിൽ. അതോടൊപ്പം തന്നെ ഇതിൻ്റെ മറ്റ് വിശേഷങ്ങളൊക്കെ, പരിപാലന രീതികൾ, നടീ രീതികളൊക്കെ തന്നെ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സ്റ്റീഫൻ. ഞാൻ ഉമ്മി തവാരണത്തോട്ടത്തിലാണ് ഇപ്പം ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷവും ഞാനൊരു 4000 തട്ടോളം ഞാൻ ഇത് ഉൽപ്പാദിപ്പിച്ച് കൊടുത്തിരുന്നു. അന്ന് വീഡിയോ ചെയ്ത് വിളിച്ചവർക്ക് പല ആൾക്കാർക്കും എനിക്ക് കൊടുക്കുവാൻ സാധിച്ചില്ല. കാരണം ബൊമ്മിയെപ്പറ്റി കൂടുതൽ ആളുകൾക്ക് അറിയത്തില്ലായിരുന്നു. അത് തന്നെയല്ല, ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇതിനെപ്പറ്റി പഠിക്കുകയും കൂടുതൽ ആൾക്കാർക്ക് ഇതിന് ആവശ്യമായി വരികയും ചെയ്തു. ഈ തന്നെ നല്ല ഗ്രീനിഷാണ്. ഓയിൽ കണ്ടൻറ്റ് കൂടുതലുണ്ട്, വെയിറ്റ് കൂടുതലുണ്ട്, അതുപോലെ ഫിസേറിയും ഇല്ല, ഉണക്കിനെ പ്രതിരോധിക്കുന്നുണ്ട്. അങ്ങനെ പല സവിശേഷതയുള്ള ഈ ഏലമാണ്. പ്രതിരോധശേഷി കൂടുതലുണ്ട്. അപ്പം ആൾക്കാർ നല്ല ഏലം, നമുക്ക് കൃഷിച്ചെലവ് കുറച്ചുള്ള ഏലം എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്നൊരു സമയമാണ്. ഇതിന് നാരുകെട്ടി കൂടുതലുണ്ട്. ചിമ്പിന് ഒരുപാട് വണ്ണത്തിലല്ല വരുന്നത്, എങ്കിൽ പോലും നാര് കെട്ടി ഉള്ളത് കൊണ്ട് ഈ ചിമ്പുകളെല്ലാം നല്ല സ്ട്രോങ് ആണ്. അപ്പം അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ തന്നെ തൈകൾ തവാരണ ചെയ്തിരുന്നു. 10ാമതയത്തിൻ്റെ സമയത്ത് തൈക്ക് ഒരുപാട് പേർക്ക് ആവശ്യമുണ്ട്. കാരണം 10ാമതയം കൃഷിക്കാരെ സംബന്ധിച്ച് 10ാമതയത്തിന് കൃഷി ചെയ്യുന്ന ഏത് സാധനവും നല്ല വിളവോടുകൂടി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ആ കണ്ടീഷനിൽ 10ാമതയത്തിന് നമുക്ക് തൈ എടുത്ത് കൊടുക്കുവാൻ പാകത്തിന് എൻ്റെ അടുത്ത് നിലവിൽ തൈകളായിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും നമുക്ക് തൈ കൊടുക്കാം. പിന്നെ കൂടുതൽ ആൾക്കാർ വിളിച്ചു വരുന്നുണ്ടെങ്കിൽ അത് ഒന്ന് ബുക്ക് ചെയ്ത് വരുന്നതായിരിക്കും നല്ലത്. കാരണം തൈ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം പല ആൾക്കാർക്കും തൈ കൊടുക്കാൻ പറ്റാതെ വന്നു. അവരെല്ലാം നേരത്തെ ബുക്ക് ചെയ്ത് പറഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് നേരത്തെ ആളുകൾ ഇതൊന്ന് പറഞ്ഞ് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും തൈ നമുക്ക് കുറേയെങ്കിലും എത്തിക്കാം എന്നുള്ളതാണ് വിശ്വാസം. എത്ര തൈകളുണ്ടാവും ഇപ്രാവശ്യം നമുക്ക് കൊടുക്കാനായിട്ട്? ഈ പ്രാവശ്യം ഒരു 15000 തൈ ഉണ്ടാവുമെന്നാണ് നമ്മളൊരു കണക്ക് കൂട്ടുന്നത്. നന്നായിട്ടുണ്ട്. നമുക്ക് രാജാക്കാട് ടൗണിൽ നിന്ന് തന്നെ ഭൂമിയുടെ നമുക്കൊരു 15000 തൈകൾ നമുക്ക് ഈ പ്രാവശ്യം ഈ സീസണിൽ കൊടുക്കാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ തൈകൾ ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്യുന്ന നമ്പർ, സ്റ്റീഫൻ ചേട്ടൻ്റെ നമ്പർ നമുക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾ വിളിച്ച് നിങ്ങളുടെ തൈകൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇവിടെ എത്തുക. കാരണം നമുക്കിത് തട്ട തിരിക്കാനും പറിച്ചെടുക്കാനും ഒക്കെ പണിക്കാരെയും ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ കാലാവസ്ഥയൊക്കെ അതെല്ലാം നമുക്ക് ഒത്തിണങ്ങി വരുന്നുണ്ട്. ഈ സീസണിൽ ഏലക്ക വില കൂടുവാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാളും ഒക്കെ വില കൂടുതൽ തട്ടയ്ക്ക് പ്രത്യേകിച്ച് ഡിമാൻഡും കൂടിയിട്ടുള്ള സമയമാണ്. അപ്പോൾ ബുക്ക് ചെയ്യുന്നവർക്കൊക്കെ നമുക്ക് കഴിഞ്ഞ തവണത്തെ അതേ ആ തുകയ്ക്ക് തന്നെ നമുക്ക് തൈ കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് ശേഷം പിന്നീട് നമുക്ക് ഒരുപക്ഷെ വിലയൊക്കെ കൂടി എന്നിരിക്കാം, ഡിമാൻഡ് കൂടുന്നതനുസരിച്ച്. മാത്രമല്ല നമുക്കറിയാം ഏലക്കയുടെ വിലയും സ്റ്റഡിയായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മാത്രമല്ല സീസൺ പോകുന്നതിന് മുമ്പ് തന്നെ തൈകളൊക്കെ നമുക്ക് നേരത്തെ വെച്ചാലാണ് നമുക്കിങ്ങനെ ചുവടൊക്കെ തിരിഞ്ഞ് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഏലം കൃഷി ചെയ്തിരിക്കുന്നത്. നല്ല പച്ചപ്പും നോക്കാം, നല്ല ഓരോ ചുവടും നല്ല ചുറ്റുമായിട്ട് പരിപാലനം കൊടുത്ത്
ഉണ്ട്, നല്ല സിമ്പിളായിട്ട് അത് ഒരു 90% ഓർഗാനിക്കായിട്ടാണ് സ്റ്റീഫൻ ചേട്ടന് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോന്നിനും നമുക്ക് കണ്ടോ നല്ല പരിപാടിയായിട്ട് കണ്ടോ ആവശ്യത്തിന് ചിമ്പ്. ഈ ഭൂമിയുടെ പ്രത്യേകതയാണ് നിറച്ച് ചിമ്പുകൾ ഇങ്ങനെയുടെ ചിമ്പുകൾ തിങ്ങി നിറഞ്ഞുണ്ടാവുക എന്നുള്ളതാണ്. പിടിച്ച് നമുക്കറിയാൻ പെട്ടെന്നൊന്നും അത് ഒടിയോ വിറക്കുമൊന്നുമില്ല, നല്ല ബലമാണ് ഓരോ തട്ടയ്ക്കും. ഇതിനൊക്കെ നല്ല പച്ചപ്പ് നിറമുണ്ട്, ഇലകൾക്കെല്ലാം നല്ല പച്ചപ്പ് വിരിഞ്ഞ് ഒക്കെ നിൽക്കുന്നതാണ്. അപ്പോൾ ആ പരിപാലനത്തിൻ്റെയും ഈ ഇനത്തിൻ്റെയും കാലാവസ്ഥയുടെയൊക്കെ തന്നെയാണിത്. അപ്പോൾ എന്തായാലും 15,000 തൈകൾ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആവശ്യക്കാരായിട്ടുള്ളവർ എത്രയും പെട്ടെന്ന് കഴിഞ്ഞ വർഷത്തെ ബാലൻസ് കൊടുക്കാനുള്ളതിൻ്റെയൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ളപ്പോൾ നമുക്ക് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അപ്പം രാജാക്കാട്, ഈ രാജകുമാരി, അതുപോലെ തന്നെ ശാന്തമ്പാറ, ബൈസൺ വാലി ഏരിയയിലുള്ളവർക്കൊക്കെ ഈ പറയുന്ന ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാനൊക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഏരിയയിലുള്ളവരും ദൂരെയുള്ള ദേശത്തുള്ളവരും ഒക്കെ തന്നെ ഈ ഒരു കിട്ടുന്ന ഒരു അവസരം ആദ്യം ബുക്ക് ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് കൊടുത്തു തുടങ്ങും. ഞാൻ 10ാമത്തെ അന്ന് മുതൽ തൈ പറിക്കാവുന്ന ഒന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ തലേ ദിവസം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനുസരിച്ച് കളക്ട് ചെയ്ത് വെച്ചെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം നടാനൊക്കെയുള്ളൂ. ആ 10ാമത്തെ അന്ന് നടുക എന്നുള്ളതാണ് ആൾക്കാരുടെ ഇത്. അതനുസരിച്ച് 22-ാം തീയതി ഓർഡർ ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ 22-ാം തീയതി പറിച്ചു തരാൻ ഞാൻ തയ്യാറാണ്. 23-ാം തീയതി മുതൽ നടണം. കാരണം കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ല ദിവസങ്ങൾ, നല്ല കൃഷിക്ക് അനുയോജ്യമായ ദിവസമാണ് 10ാമത്. അന്നാണ് നമ്മൾ നടേണ്ടത്. അതനുസരിച്ചാണ് തൈകൾ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കും. നല്ല പച്ച നിറം ഉണ്ടാകും, എല്ലാം നല്ല ഫുള്ള് ഒരു പച്ച നിറമാണ്. കായ്ക്കും പച്ച നിറം, ഇപ്പോൾ ഗ്രീൻ നെറ്റ് ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നല്ല ചൂട് കാലാവസ്ഥയിലും ഇതുണ്ട്, ഇത് നമുക്ക് കാണാൻ പറ്റും. ഈ ഇത് മാത്രമല്ല വിളവ് നമ്മളിത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഞള്ളാനിയോട് ആ കിടപിടിക്കുന്ന രീതിയിൽ തന്നെ നമുക്ക് കായെടുക്കാനായിട്ട് റൗണ്ട് നമുക്ക് ഇതിന് കിട്ടുന്നുണ്ട്. 6 റൗണ്ട് എന്തായാലും ഇതിന് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഈ ചിമ്പടിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ വള്ളി വീശുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ തിരുതാളിക്ക് വള്ളി വീശുന്ന പോലെ തന്നെ അത്രയധികം വള്ളികൾ ഇതിന് ഉണ്ടാകുന്നുണ്ട്. ഇനി ഇതിൻ്റെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത് വേറെ ഒരു ഇനം ഇല്ല എന്ന് പറയും. വേണമെങ്കിൽ PV6 ആ ഗ്രീനിഷൊക്കെ, അപ്പോൾ അതിനേക്കാളും കൂടുതൽ PV6 കൂടുതൽ ഗ്രീനിഷ് ഇതിനുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ വള്ളി വീശുന്ന പ്രത്യേകത കൊണ്ടും ഫിസേറിയ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് നോക്കാൻ കണ്ട ഏറ്റവും താഴത്തെ പോലും ഇരണത്തിന് പോലും ഫിസേറിയ ഇല്ല. അത് പോള പൊളിച്ചില്ലെന്ന് പറഞ്ഞ സംഭവം ഈ ഇനത്തിന് ഇല്ല എന്നുള്ളതാണ്. കട്ടരോഗങ്ങൾ കാണുന്നില്ല, അതുപോലെ തന്നെ മറ്റ് കുമിൾ രോഗങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല രോഗപ്രതിരോധ ശേഷിയുള്ള നമുക്ക് നാട്ടിൻപുറങ്ങളിലൊക്കെ വെക്കാവുന്ന, ഇപ്പോൾ വീട്ടാവശ്യത്തിനൊക്കെ അതിൽ വെക്കണമെങ്കിലും ഒക്കെ ഈ ഒരു ഇനം വളരെ സൂട്ടബിളാണ്. അപ്പോൾ അങ്ങനെ അപൂർവങ്ങളായിട്ടുള്ള ഇനങ്ങളേ ഉള്ളൂ നമുക്ക് ശരിക്കും പറഞ്ഞാൽ. ഇല ഇനങ്ങൾ നാട്ടിൻപുറത്തേക്കൊക്കെ നമുക്ക് കൊണ്ടുപോകാനും, അതുപോലെ തന്നെ എവിടെ കുഴിച്ച് വെച്ചാൽ, അതുപോലെ ഇതിൻ്റെ ഒരു സർവൈവൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ പഴയ കന്നിയേലം, ആദ്യകാലങ്ങളിൽ നമുക്ക് ഏലം വെച്ച് തുടങ്ങിയത് കന്നിയേലമായിരുന്നു. ആ കന്നിയേലം വലിച്ചെറിഞ്ഞാലും ഉണ്ടാകുമെന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇനമാണ് ഇത്. അപ്പം ഇത് ഒരു തമിഴ്നാട് നാടനമാണ് കന്നിയേലം, നമ്മുടെ കേരളത്തിൻ്റെ നാടനമാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് പ്രത്യേകതകളുള്ള, അതിജീവന ശേഷി കൂടുതലുള്ള, നമുക്ക് എന്നാൽ നല്ല ഈൽഡ് കിട്ടുന്ന ഒരിനമാണ്. അപ്പോൾ ധൈര്യമായിട്ട് നമുക്കിത് കുഴിച്ച് വെക്കാം. ഇത് കൂടുതലും നമുക്ക് നടിയൽ രീതിയൊക്കെ നമുക്കൊരു ജൈവ രീതി ചെയ്യുന്നതാണ് ഇത് നല്ലത്. ജൈവ രീതിയായിട്ടാണെങ്കിൽ രാസകൃഷിക്ക് ഇത് കൊടുക്കുന്നതാണ്. അപ്പം പക്ഷേ നടുന്നത് എപ്പോഴും നമ്മൾ ആദ്യത്തെ 45 ദിവസം നമ്മൾ ജൈവ രീതിയിൽ തന്നെ ചെയ്തിട്ട് പിന്നീട് വേണമെങ്കിൽ 40 ദിവസത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ രാസ കൃഷിയിലേക്കോ മറ്റ് നമുക്ക് ഇഷ്ടമുള്ള എന്ത് കൃഷിയിലേക്കോ മാറാം. എപ്പോഴും തുടങ്ങുന്നത് ജൈവ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. അതിനോട് നന്നായിട്ട് ഒരു പ്രതിപത്തി കാണിക്കുന്ന, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ഉള്ള ഒരു ഇനമാണ് ഈ ബൊമ്മിയൽ. കാരണം അത് നാടൻ ഇനമാണ്, നാടൻ വെറൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പരിചരണ ചെലവ് നമുക്ക് വളരെ കുറവാണ്. അപ്പം ഇത് ഒക്കെയാണ് നമ്മുടെ ബൊമ്മി ഏലത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഫോൺ വിളിക്കുക, ബുക്ക് ചെയ്യുക. നേരിട്ട് ഒന്ന് കാണാനുള്ളവർക്ക് രാജാക്കാട് വന്നാൽ മതി. നമ്മുടെ ടൗൺ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ഇവിടുത്തെ ബാർ ഹോട്ടലിൻ്റെയൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം. ഓക്കെ, അപ്പം ഈ കാണുന്ന നമ്പറിൽ എല്ലാവരും വിളിച്ചോളുക. ഏതായാലും ഇതിൻ്റെ ഒരു പ്രത്യേകത, ചിലൊരു പ്രശ്നം അഭിമുഖീകരിക്കുന്ന പ്രശ്നം വെച്ചാൽ ബൊമ്മി എന്ന് പറയുന്നത് പലരും വാങ്ങി വെക്കുന്നത് യഥാർത്ഥത്തിൽ ബൊമ്മിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ബൊമ്മിക്ക് അതിൽ ഉടക്കേടുണ്ട്, അല്ലെങ്കിൽ ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ടെന്നൊക്കെ പറയാൻ നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ഇത് ബൊമ്മി ഇനമല്ല. അപ്പോൾ ബൊമ്മിയൽ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്ത് നമുക്ക് പല ഇതിലും നമ്മൾ അതുണ്ട്. അപ്പോൾ ഇത് ഒറിജിനൽ ബൊമ്മി ആണ്, മേഘമലയിൽ നിന്ന് എത്തിച്ച് വെൺമണിയിൽ എത്തിച്ച് അവിടെ നിന്ന് നമ്മൾ തിരിച്ചെടുത്ത് കൊണ്ടുവച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒറിജിനൽ ബൊമ്മി നമുക്ക് ആവശ്യം ഉള്ളവർക്ക് ഒറിജിനലായിട്ട് അത് മിക്സ് ആവാണ്ട്, കളർപ്പില്ലാണ്ട് ഒറിജിനൽ ബ്രീഡായിട്ട് തന്നെ വേണമെന്നുള്ളവർക്ക് അതിവിടെ രാജാക്കാട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നതാണ്. ഓക്കെ, താങ്ക് യു.